സന്തോഷം നല്ല വീഡിയോയിൽ കവറേജ് വരും. ഓക്കെ കുട്ടികൾക്ക് മാറിക്കൊടുക്കട്ടെ ബാക്കി ഓരോരുത്തർ പോയാൽ മതി. മൻസൂർ ബാക്കിലുള്ള ആൾക്കാരൊക്കെ മുന്നിലുള്ള ആൾക്കാർ ബാക്കിൽ കിട്ടിട്ടോ. ആളുകൾ മുന്നേ പോയിട്ട് ഓരോന്നാലും ബാക്കിലാക്കുക. നിങ്ങൾ മുന്നേ പോയിരിക്കും.
ശിവപ്രിയ സുരേഷ്, വിദ്യരാജ്, പവിത്ര തമ്മവാർ, നമ്മുടെ മാഷ് ദീപു എം, സൂര്യനാരായണൻ, ഗൗതമ, വിശിഷ്ട മഹനീയ വ്യക്തിത്വങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ലോക മലയാളികൾ നെഞ്ചേറ്റി പാട്ടിന്റെ മാലാഴി തീർത്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അവർക്കായിട്ട് ഒരുക്കുന്ന ആദ്യ ഒരു പരിപാടി എന്ന നിലയ്ക്ക് തിരുവാതിരക്കളിയാണ് വേദിയിൽ നടത്തുന്നത്. അതിലേക്ക് പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട തരുണി മണികളാണ്. നല്ല കയ്യടി നൽകി നമുക്ക് അവരെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയുള്ളവരെ. വളരെ മനോഹരമായ മലയാളി മംഗമാര് അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് വളരെ മനോഹരമായ തിരുവാതിരക്കളിയാണ് വേദിയിൽ നടത്തുന്നത്. സുസ്വാഗതം. താങ്ക് യു. അടുത്തൊക്കെ പ്രിയപ്പെട്ടവരെ നിന്നുകൊണ്ട് സഹകരിക്കുക.
ഇല്ലേ, ഇനി ഒരുപാട് പരിപാടികളുണ്ട്. നമുക്ക് സമയപരിധി കാരണം വെട്ടിച്ചുരുക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഒരു നാടൻ കലാരൂപത്തിലേക്ക് പോവുകയാണ്. ചെങ്കിട്ടവും അടിയാളത്തവും ഒക്കെ പാടിരുന്ന കാലത്ത് പാട്ടിലൂടെയും മറ്റും ഒരു പ്രോഗ്രാം കൂടി നമുക്ക് വേദിയിൽ നടക്കാനുണ്ട്. അതിനുശേഷം നമ്മുടെ ആദരിക്കൽ ചടങ്ങിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ സ്വാഗതം ചെയ്യുന്നു. സഹോദരിമാരുടെ കൂടെ ഒരു സഹോദരനുണ്ട്. നിരവധിയായ വേദിയിൽ നാടൻ പാട്ടിന്റെ ശീലുകൾ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ പ്രിയപ്പെട്ടവരാണ്. ലോക മലയാളികൾ നിശ്ചയിച്ച് ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങേറ്റേക്ക് എത്തുകയാണ്. നൽകാം മനോഹരമായൊരു നാടൻ പാട്ട്. ശിവദാസൻ കെ ഒരു താരം മൊമെന്റോ സ്വീകരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഔപചാരികമായ ചടങ്ങിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാസ്ത്രീയസിനെ രീതിയിൽ ആദരിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. വിഭൂയം സൂര്യനാരായൺ, ഗൗതമപ്രസാദ്, നമ്മുടെ പാട്ടുപറച്ചിലുമായിട്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ദിവാകൃഷ്ണൻ, നമ്മുടെ പ്രിയകരിയായിട്ടുള്ള അവതാരിക വർഷ, എല്ലാവരെയും സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ ഗ്രാമം, നമ്മുടെ നാട് വരവേൽക്കുകയാണ്. ആയുർവേദത്തിന്റെ നഗരിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങാൻ ഏവരെയും സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയാണ്. ഹരീഷ് നായർ അദ്ദേഹത്തെ സ്നേഹാദമായിട്ട് വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ശാസ്ത്രീയത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ മൻസൂർ, അതിന്റെ ക്രൂ മെമ്പേഴ്സ്, ക്യാമറമാൻ, എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടു കൂടിയിട്ട് സംഘാടക സമിതി പ്രിയപ്പെട്ട രൂപേഷ് അനീഫ പുതുപ്പറമ്പാണ് ഏറ്റുവാങ്ങുന്നത്. അത് നൽകുന്നത് ഇവിടെയുണ്ടോ? അവതരണമാണ്. അതിൽ നിറസാന്നിധ്യമായി മലയാളികൾ നിശ്ചയിക്കുക നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള വർഷ. ഈരടികൾ പാടിക്കൊണ്ട് പട്ടുറുമാലിലൂടെ ശ്രദ്ധ നേടി. ഇതിപ്പോ ലോക മലയാളികൾ നിശ്ചയിക്കുന്ന ഏഷ്യനെറ്റിലൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും മനം കവർന്ന നമ്മുടെ നാടിന്റെ അഭിമാന താരം തീർത്ഥ സത്യൻ എന്ന അതുല്യ പ്രതിഭയ്ക്ക് നമ്മുടെ നാട് നൽകുന്ന സ്നേഹാദരവ്. ഒരു പൂച്ചക്ക നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കനായ പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ അവരുടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ തീർത്ഥയെ വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർഷ, ശാസ്ത്രീയ സീസൺ 10ന്റെ അവതാരികയാണ്. അപ്പം നമ്മുടെ ശാസ്ത്രീയ സീസൺ 10 ഹോം ടൂറിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ തിരുത്തേടെ നാട്ടിൽ വരാൻ പറ്റിയത്. കോട്ടക്കൽ ആക്ച്വലി ഞാൻ ജനിച്ച സ്ഥലം കൂടിയാണ്. ഞാൻ കോട്ടക്കൽ ഏത് ഹോസ്പിറ്റലിൽ ജനിച്ചത് എനിക്ക് അറിയില്ല, എൻ്റെ അമ്മയ്ക്ക് അറിയണം എന്നോട് എന്തെങ്കിലും. അപ്പം എൻ്റെ അമ്മയുടെ വീട് ഇവിടെയാണ്, കോട്ടക്കലാണ്. ഞാനെൻ്റെ ഓർമ്മ വെച്ച എന്താ പറയാ, എല്ലാ കുറച്ച് നല്ല ഓർമ്മകളും എനിക്കുള്ളത് അമ്മയുടെ വീട്ടിലും ഈ കോട്ടക്കലും തന്നെയാണ്. അപ്പം തീർത്ഥയുടെ വീട്ടിലോട്ട് ഹോം ടൂറിന് വരിക എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചധികം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്, എനിക്കറിയാവുന്ന എന്താ പറയാ കലകളും ഒക്കെ നമുക്കറിയാവുന്ന നമ്മുടെ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് നിന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കറിയാം നമ്മളിവിടെ കുറച്ചധികം നേരമായി കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരം കേട്ടിരിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാവരും പരിചയപ്പെട്ടിട്ട് പോവാം. നിങ്ങൾ ശാസ്ത്രീയത കാണാറില്ലേ? ഞാൻ വെറുതെ ഒന്ന് ചടങ്ങിന്റെ ഒരു ഭാഗം എത്തണം.
എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം ഇത് അർജുൻ തൃശ്ശൂരാണ്, വൈശാഖൻ ട്രിവാൻഡ്രം ആണ്, ഗൗതം പാലക്കാടാണ്, ബിന്ദു കോട്ടയം, ദിൽരാജ് തൃശ്ശൂർ, പിന്നെ നമ്മുടെ കൃഷ്ണശ്രീ കോഴിക്കോട്, ഗായത്രി പാലക്കാട്, പിന്നെ നമ്മുടെ പാട്ട് വർത്തമാനം ദിവാ കൃഷ്ണ, ദിവാ ട്രിവാൻഡ്രംകാരനാണ്, പിന്നെ ശിവപ്രിയ കണ്ണൂരാണ്, തീർത്ഥ എവിടെയാണ് ഇവിടെ ആ, പിന്നെ നമ്മുടെ സൂര്യൻ കൊല്ലാണ് സ്ഥലം, പവിത്ര തൃപ്പൂണിത്തുറയാണ്, ആൻഡ് ദീപു വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രമാണ്. അപ്പം ഇതാണ് നമ്മുടെ 12 സ്റ്റാർ സിംഗർ സീസൺ 10 ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ചെറിയൊരു ബ്രേക്കിലാണ്, ഹോം ടൂറിന്റെ ബ്രേക്കാണ് ബിഗ് ബോസിലുള്ളത് തന്നെ. അതുകൊണ്ട് എല്ലാവരും വീട്ടിലും ചെന്നിട്ട് ഇങ്ങനെ ഇതാണ് പരിപാടി. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിൽ പോവാം, അവർ നല്ല ഭക്ഷണമൊക്കെ തരും, ഒക്കെ കഴിക്കുക, എന്നിട്ട് എല്ലാവരും കാണുക, സംസാരിക്കുക. അത് കഴിഞ്ഞ് ഇതേപോലെ കുറച്ച് എന്താ പറയാ വലിയ പരിപാടിയൊക്കെ ഉണ്ടാവും, അവിടെ ചെന്നിങ്ങനെ വർത്താനൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് വേറെ വലിയ പരിപാടി ഉണ്ടാവും, അവിടെ പെർഫോമൻസ് ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു ടൂർ അടിക്കുന്ന വൈബിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അപ്പം ഇനി നവംബറിൽ ഞങ്ങൾ റീലോഞ്ച് ചെയ്യാൻ പോവാണ്. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കാണില്ലേ? നിങ്ങൾ ഇപ്പോഴും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ? അപ്പോൾ ഹോം ടൂറും ടെലികാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഹോം ടൂറും കാണാം. ഇനി റീലോഞ്ച് ആകുമ്പോൾ റീലോഞ്ചും എല്ലാവരും കാണാം. നമ്മുടെ ഗുരുകുലത്തിനും കോൺവെന്റ് സ്കൂൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മളെല്ലാവരും കൂടി നമ്മൾ പറയുമ്പോൾ ഇവര് 12 കൂടി ചേർന്നിട്ടൊരു പാട്ട് പാടാം. പാട്ട് കേൾക്കണ്ടേ നിങ്ങൾക്ക്? ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ടൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമില്ലേ? ഇല്ലേ? ആ, അപ്പൊ പാടാം അല്ലേ? റെഡി? Hello. നടക്കുന്ന സമയത്ത് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് ഏഷ്യാനെറ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരു തടസ്സം ഉണ്ടാക്കരുത്. ആദ്യം തന്നെ പ്രോഗ്രാം കഴിയുന്നതുവരെ ഇത് മുറിച്ച് കിടക്കരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ തുടങ്ങല്ലേ? നല്ലൊരു കൈ ചെയ്തു. ഈ മുന്നിലിരിക്കുന്ന നമ്മുടെ അമ്മമാരും നാടൻപാട്ട് പാടിയ ചേച്ചിമാരെല്ലാവരും ഉണ്ട്. പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മാക്സിമം എൻജോയ് ചെയ്യണം. ഓക്കെ.
അപ്പോൾ ക്രൂവും എൻ്റെ 12 കണ്ടസ്റ്റൻസും എല്ലാവരും വന്ന് എനിക്ക് വീട്ടിൽ വരുമ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരിക്കും എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇത്ര ആൾ വരെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപാട് സന്തോഷം ഇത്രയും മനോഹരമാക്കി തന്നതിന്, ഇത്രയും നല്ല സ്വീകരണം എനിക്ക് തന്നതിന് ഒരുപാട് സന്തോഷം എൻ്റെ എല്ലാ നാട്ടുകാർക്കും. പിന്നെ രാഹുൽ പല വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ സഫാന റഹ്മാന്റെ ഒരു സ്നേഹോപഹാരം നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ അതിഥിയായി എത്തി നമ്മളെല്ലാം രസിപ്പിച്ച് അവതാരികയായ പ്രിയപ്പെട്ട വർഷയ്ക്ക് സമ്മാനിക്കുന്ന പ്രലോചനമായ ചടങ്ങാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി വർഷയെ വെൽക്കം ചെയ്യുന്നു. അത് നൽകാൻ വേണ്ടിയിട്ട് സഫാന റഹ്മാൻ നല്ലൊരു നിറഞ്ഞ കൈയടി നമ്മുടെ നാടിന്റെ. സംസാരിക്കല്ലേ അല്ലേ? എന്തോ പാട്ടൊന്നുമില്ല, പാട്ടൊക്കെ പരിപാടിയില്ലേ? അല്ല, ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും. തീർച്ചയായും ഇന്നലെ ഫുൾ ടെൻഷനിലായിരുന്നു. കാരണം ഓരോ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന സ്വീകരണം, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു വലിപ്പം കണ്ടിട്ട് ഇനി ഇതിനും അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ടെൻഷനിലായിരുന്നു ഇന്നലെ തീർത്ത. ടെൻഷൻ എല്ലാം മറന്നേക്ക് അടിപൊളി പരിപാടിയായിരുന്നു, സൂപ്പർ പരിപാടിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ആനയിച്ച് കൊണ്ടുവന്നായിരുന്നാലും ചെണ്ടമേളവും ഈ ഈ കളർ പുകയും ഒക്കെ ആയിട്ട് അല്ലേ, ഗംഭീര പരിപാടിയായിരുന്നു. മുത്തുക്കൊടയും ഒക്കെ ആയിട്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ഒരുപാട് പേരുടെ അധ്വാനം ഇതിന് പിന്നിലുണ്ടെന്ന് തീർച്ച പറഞ്ഞത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ മൊമെന്റോ നൽകാനൊക്കെ ആയിട്ട് സ്വാഗത സംഘത്തിലുള്ളവരും ഇതിന്റെ സംഘാടകരെയൊക്കെ വിളിച്ചപ്പോൾ അവരുടെ ഷർട്ട് ദേഹത്ത് ഒട്ടിയിരിക്കുകയാണ് വേർത്തിട്ട്. ഒരൊറ്റ ആളുടെ പോലും വേർപ്പില്ലാത്ത ഒരു ഷർട്ടില്ല, ഫുള്ള് വേർത്ത് ഇതിനു വേണ്ടി ഓടി നടക്കുകയാണ് എല്ലാവരും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അവരുടെ ഷർട്ട്. പിന്നെന്താ പറയാ, ഒരുപാട് സന്തോഷം. താങ്ക് യു. നമ്മുടെ അമ്മമാർക്ക് നിങ്ങൾ അതിമനോഹരമായ ഒരു സെലിബ്രേഷനാണ് കൊടുത്തത്. അവർക്ക് മുറുക്കാനും വെറ്റിലൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ആരാ വാങ്ങിക്കൊടുക്കാം വേണ്ടേ? തീർച്ചയായിട്ടും എന്തായാലും തീർത്ത് കൊടുത്തോളൂ അല്ലേ? ഈ പ്രോഗ്രാംസും ഭയങ്കര വെറൈറ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ആ നാട്ടിൻ്റെ ആ ഒരു സംസ്കാരം, കൾച്ചറൊക്കെ നമ്മളും അടുത്ത് നിന്ന് അനുഭവിച്ചറിയാണ്. ഈ പിന്നെ ചവിട്ടുകളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. അതുപോലെ അതിനു മുന്നേ തിരുവാതിര ഉണ്ടായിരുന്നു. പിന്നെ നാടൻ പാട്ട്, അയ്യോ അത് ഗംഭീരമായിരുന്നു, അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവരുടെ സംസ്കൃതി കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കൂടിയാണ് ഈ ഹോപ്പ് ടൂർ നമുക്ക് തരുന്നത്. അതുകൊണ്ട് വെറ്റിലയോ പാക്കോ പോലീസ് പിടിക്കാത്ത എന്ത് ലഹരി വേണമെങ്കിലും വാങ്ങി അത് നമുക്ക് മൈക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ദ വെൽക്കം. താങ്ക് യു. അപ്പോൾ നമ്മൾ സ്നാക്സും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങാല്ലേ? പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് സന്തോഷം. സംഘാടക സമിതിക്ക് വേണ്ടിയിട്ട് വീണ്ടും തീർത്ഥയുടെ നാട്ടുകാരായ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്.